പ്രത്യാശയുടെ പ്രഭാതമായി ഈസ്റ്റർ ആഘോഷിച്ച് വിശ്വാസികൾ. കൊല്ലം തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നടന്ന യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൃശ്യവൽക്കരിച്ച വിശ്വാസികൾ. പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സെറ്റിലാണ് യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും ആത്മീയതയ്ക്കും അപ്പുറം വിശ്വാസികൾക്ക് കാഴ്ചഭംഗി സമ്മാനിച്ചത്. കൃത്യം 12 മണിക്ക് തന്നെ പള്ളിക്കുള്ളിൽ പേമാരിയുടെയും ഇടിമിന്നലിന്റെയും ആരവം മുഴങ്ങി. പാറകൾ പിളർന്ന് യേശുദേവൻ സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും വെള്ള പതാകയേന്തി ആകാശത്തേക്ക് ഉയർത്തെഴുന്നേറ്റു. ഈ സമയം നിശബ്ദമായ ആരാധനാലയത്തിനുള്ളിൽ പ്രാർത്ഥനാ ശബ്ദങ്ങൾ ഉയർന്നു. ഇടവകയിലെ ഏതാനും ചെറുപ്പക്കാരാണ് വിശ്വാസികൾക്ക് മുന്നിൽ യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ദൃശ്യവൽക്കരിച്ചത്. പള്ളിക്കുള്ളിൽ പ്രത്യേകം തയ്യാറാക്കിയ പാറക്കെട്ടുകളും ലൈറ്റ് ക്രമീകരണവും ശബ്ദ ക്രമീകരണവും ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങുകൾക്ക് ദൃശ്യചാരുതയേകി. തുയ്യം സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിൽ നടന്ന യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് ചടങ്ങുകൾക്കും പ്രാർത്ഥനകൾക്കും ഇടവക വികാരി ലജു ഐസക് കാർമ്മികത്വം വഹിച്ചു. നിർമ്മലമായ ശരീരത്തോടുകൂടി ഞങ്ങൾ അങ്ങേക്ക് കടന്നിരുന്ന സേവനം അർപ്പിക്കുവാൻ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കുരിശിൽ മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ ആഘോഷമായാണ് ക്രൈസ്തവർ ഈസ്റ്റർ ദിനം ആഘോഷിക്കുന്നത്. ശനിയാഴ്ച അർദ്ധരാത്രി മുതൽ പള്ളികളിൽ ആരാധനയോടുകൂടിയാണ് ഈസ്റ്റർ ആഘോഷം ആരംഭിച്ചത്. സഹനത്തിന്റെയും പ്രത്യാശയുടെയും പ്രതീകമായാണ് ഈസ്റ്റർ ദിനം കൊണ്ടാടുന്നത്. മനുഷ്യരാശിക്ക് വേണ്ടി കുരിശിൽ മരിച്ച യേശുക്രിസ്തു മരിച്ചവർക്കിടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ലോകത്തിന് രക്ഷ പ്രദാനം ചെയ്തെന്നാണ് വിശ്വാസം. 40 ദിവസത്തെ നോമ്പ് മുറിച്ച് വിരുന്നോടുകൂടി യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ ക്രൈസ്തവർ ആഘോഷമാക്കുന്നു. ഈസ്റ്റർ പ്രത്യാശയുടെയും പുതുക്കലിന്റെയും സമയമായതിനാൽ ആളുകൾ പരസ്പരം ഈസ്റ്റർ ആശംസിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്നുണ്ട്.